റഷ്യ യുക്രൈൻ യുദ്ധം 2 വർഷം പിന്നിടുമ്പോഴും സംഘർഷം തീരുന്ന ലക്ഷണമില്ല. ഈ യുദ്ധം യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ളിൽ തന്നെ കടുത്ത ഭിന്നതകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. റഷ്യൻ സൈന്യം യുക്രൈനിൽ നടത്തുന്ന കടുത്ത ആക്രമണങ്ങളെ പ്രതിരോധിക്കാനായി ഇപ്പോഴിതാ ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ യുക്രൈനെ സംരക്ഷിക്കുന്ന തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നടത്തിയ പ്രസ്താവന അതിന്റെ സൂചനയാണ്. യുക്രൈനിൽ സൈന്യത്തെ വിന്യസിക്കാൻ റഷ്യയുടെ അനുമതി ആവശ്യമില്ല എന്നാണ് തന്റെ പ്രസ്താവനയിലൂടെ മാക്രോൺ വ്യക്തമാക്കുന്നത്. പുതിയ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയെ കാണാൻ തീരുമാനിച്ചതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് റഷ്യക്കെതിരെ നിൽക്കാനും യുക്രൈന്റെ നില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള മാക്രോണിന്റെ പരാമർശങ്ങൾ വന്നത്. അടുത്ത ദിവസം തന്നെ അദ്ദേഹം ജർമ്മനിയിലേക്ക് പോകും. അവിടെ ചാൻസലർ ഒലാഫ് ഷോൾസുമായി ഇക്കാര്യം സംബന്ധിച്ച് ചർച്ച നടത്തും. അതിനു പുറമെ മറ്റ് സഖ്യരാജ്യങ്ങളും യുക്രൈന്റെ ഭാവി സുരക്ഷിതമാക്കുന്നതിനായി സൈനിക പിന്തുണ നൽകാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇതിന്റെ അർത്ഥം ഫ്രാൻസ് നേരിട്ട് യുദ്ധത്തിൽ പ്രവേശിക്കുമെന്നല്ല. അതേസമയം തന്ത്രപരമായ നീക്കങ്ങളിലൂടെ യുക്രൈന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യമാണ് ഫ്രാൻസ് അടക്കം പല രാജ്യങ്ങളും പിന്തുടരുന്നത്. മാക്രോൺ പറയുന്നതനുസരിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമല്ല, യൂറോപ്യൻ ഇതര രാജ്യങ്ങളും യുക്രൈനിലേക്ക് സൈനിക സഹായം നൽകാൻ തയ്യാറാണ്. ഇത് യുക്രൈന് കൂടുതൽ പ്രതിരോധ ശേഷി നൽകും. യുദ്ധം അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള ഈ നീക്കങ്ങൾ റഷ്യയ്ക്കൊരു കടുത്ത മുന്നറിയിപ്പായി മാറുന്നു. എന്നാൽ ഇതോടെ യൂറോപ്പിലും അന്താരാഷ്ട്ര തലത്തിലും കൂടുതൽ അശാന്തി സൃഷ്ടിക്കപ്പെടുമോ എന്നതും ചർച്ചയാകുന്നുണ്ട്. ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങൾ യുക്രൈനിന് നേരിട്ട് സൈനിക സഹായം നൽകാൻ തയ്യാറാവുകയാണെങ്കിലും യുദ്ധഭൂമിയിൽ തങ്ങളുടെ സൈന്യത്തെ വിന്യസിക്കാൻ പൂർണ്ണമായും അവർ ധൈര്യപ്പെടുന്നില്ല. അതിനാൽ പകരം അവർ പ്രത്യേക സൈനിക പരിശീലന പദ്ധതികൾ കൊണ്ടുവരുമെന്നാണ് കരുതുന്നത്. ഇത് യുക്രൈന്റെ പ്രതിരോധ സേനയെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമാകും. പടിഞ്ഞാറൻ രാഷ്ട്രങ്ങൾ യുക്രൈന് ശക്തമായ പിന്തുണ നൽകുമെന്നത് റഷ്യയുടെ പദ്ധതികളെ തകർക്കാൻ കാരണമാകാം. എന്നാൽ ഇത് റഷ്യയെ കൂടുതൽ കടുത്ത നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുമോ എന്നതും ചിന്തിക്കേണ്ടതുണ്ട്. റഷ്യ ഇപ്പോഴും യുദ്ധം തുടരാനാണ് താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഒരു സമാധാന കരാർ ഉണ്ടാക്കുന്നതിനുള്ള ആശയങ്ങളും ചില പ്രദേശങ്ങൾ കൈമാറുന്നതിനുള്ള ചർച്ചകളും നടക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ മാക്രോൺ പറയുന്നത് പോലെ യുക്രൈൻ സുരക്ഷിതമാകാതെ സമാധാനത്തിനായുള്ള യാതൊരു നീക്കവും യൂറോപ്യൻ രാഷ്ട്രങ്ങൾ അംഗീകരിക്കില്ല. ഇത് യുദ്ധം നീളുമോ എന്നതിന്റെ സൂചനകളാണ്. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് എന്നിവരുമായി അടുത്ത ആഴ്ചകളിൽ മാക്രോൺ കൂടിക്കാഴ്ച നടത്തും. ഇതിലൂടെ യൂറോപ്പും അതിന് പുറത്തുള്ള ശക്തികളും യുക്രൈന് എത്രത്തോളം പിന്തുണ നൽകുമെന്നതിൽ കൂടുതൽ വ്യക്തത വരും. ശനിയാഴ്ച നടന്ന 30 രാജ്യങ്ങളുടെ വെർച്വൽ മീറ്റിംഗിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാർമറിനൊപ്പം ഫ്രാൻസ്, ഇറ്റലി, ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കളും പങ്കെടുത്തിരുന്നു. റഷ്യൻ പ്രസിഡന്റ് സമാധാനത്തെക്കുറിച്ച് ഗൗരവമുള്ളയാളാണെങ്കിൽ വെടിനിർത്തലിൽ ഒപ്പിടണമെന്ന് സ്റ്റാർമർ വെല്ലുവിളിച്ചു. ഇതിനായി യുക്രൈനിന്റെ സഖ്യകക്ഷികൾ റഷ്യയിൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മീറ്റിംഗിന് ശേഷം മാക്രോൺ പുടിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. റഷ്യക്ക് യഥാർത്ഥത്തിൽ സമാധാനം ആഗ്രഹമുണ്ടോ എന്ന സംശയമാണ് പടിഞ്ഞാറൻ രാഷ്ട്രങ്ങൾ പ്രകടിപ്പിക്കുന്നത്. മാക്രോൺ വ്യക്തമാക്കിയതനുസരിച്ച് റഷ്യയുടെ യഥാർത്ഥ ലക്ഷ്യം യുക്രൈനെ സൈനികമായി തകർക്കുകയും കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും അതിനുശേഷം ഒരു സമാധാന ചർച്ച നടത്തുകയും എന്നതാണ്. ഇത് റഷ്യയുടെ പഴയ തന്ത്രമാണെന്നും പടിഞ്ഞാറൻ ലോകം അതിൽ വീഴില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇനി ചിന്തിക്കേണ്ടത് ഈ നിലപാടുകൾ റഷ്യയെ എങ്ങനെ ബാധിക്കുമെന്നതാണ്. റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും പുടിൻ സർക്കാരും ഈ പുതിയ നീക്കങ്ങളെ ഗുരുതരമായി വിലയിരുത്തേണ്ടി വരും. പാശ്ചാത്യ രാജ്യങ്ങൾ നേരിട്ട് യുദ്ധത്തിൽ ഇടപെടാൻ നോക്കിയാൽ അതിന് കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാമെന്ന റഷ്യ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റഷ്യയുടെ ഈ നിലപാട് സൂചിപ്പിക്കുന്നത് ഫ്രാൻസിന്റെ നിലപാടിന് റഷ്യ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ്. ഈ യുദ്ധത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നവരുടെയും ആക്രമണങ്ങളിലൂടെ ആധിപത്യം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവരുടെയും നിലപാടുകൾ തമ്മിലുള്ള സംഘർഷമാണ് നടക്കുന്നത്. റഷ്യയുടെ നിലപാട് ഇപ്പോഴും ആക്രമണപരമാണെന്നും സമാധാന ചർച്ചകൾക്കുള്ള യഥാർത്ഥ താല്പര്യമില്ലെന്നുമാണ് ഫ്രാൻസിന്റെ വിലയിരുത്തൽ. യുദ്ധം തുടരുന്നതിനേക്കാൾ അതിന് ഒരു പരിഹാരം കാണാനാണ് ലോകം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ നയതന്ത്ര നീക്കങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുമോ അതോ കൂടുതൽ നീണ്ടുപോകാൻ ഇടയാകുമോ എന്നത് കാലം തെളിയിക്കും. ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി, അമേരിക്ക തുടങ്ങിയവയുടെ തന്ത്രങ്ങൾ അടുത്ത മാസങ്ങളിൽ കൂടുതൽ വ്യക്തതയിലേക്ക് നീങ്ങും. ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, യൂറോപ്പിലെ ഈ അസ്ഥിരാവസ്ഥയ്ക്ക് നിലവിൽ ഒരവസാനമില്ല.